ആയുർവേദികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഡോക്ടർ സ്വാതി സോമൻ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് യോഗയെ പറ്റിയാണ്. എന്താണ് യോഗ? യോഗ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെ യോഗ ചെയ്യാം? യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാലോ? അപ്പൊ ആദ്യമായിട്ട് എന്താണ് യോഗ എന്ന് നോക്കാം അല്ലേ? അപ്പൊ ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ് യോഗ. പ്രായഭേദമന്യേ പറഞ്ഞാൽ മനസ്സിലാവുന്ന കൊച്ചുകുട്ടികൾ മുതൽ കിടപ്പ് രോഗികൾ വരെയുള്ളവർക്ക് അവരുടേതായ അവസ്ഥകൾക്ക് അനുസരിച്ചുള്ള യോഗാസനങ്ങൾ ഉണ്ട്. പിന്നെ നിങ്ങൾ നിത്യവും പല്ല് തേക്കുന്നവരല്ലേ? അതുപോലെ നിത്യവും ചെയ്യേണ്ട ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡെയിലി കറക്റ്റ് ആയിട്ട് എന്നും പഠിച്ച കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ യോഗ കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തത് യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയാം. ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ? എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് രാവിലെ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് വൈകുന്നേര സമയങ്ങളിലും യോഗ ചെയ്യാവുന്നതാണ്. പിന്നെ കിടക്കുന്നതിന് മുമ്പ് പ്രാണായാമങ്ങളും ചില യോഗാസനങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാല് വയർ നിറഞ്ഞിരിക്കുമ്പോൾ യോഗ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി അഥവാ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു 2-2.5 മണിക്കൂറിന് ശേഷം, അതായത് ആഹാരം ദഹിച്ച ശേഷം മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളതുള്ളൂ. ഏറ്റവും നല്ലത് വെറും വയറ്റിൽ യോഗ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചില ആളുകൾക്ക് രാവിലെ വെറും വയറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചെറിയ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചതിന് ശേഷം അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ട് യോഗ ചെയ്യാവുന്നതാണ്. ഇനി യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ്. തലേദിവസം ഉറക്കളച്ചിട്ടുണ്ട്, പെട്ടെന്ന് ക്ഷീണമുണ്ട്, പനി വന്നു, സ്ത്രീകളാണെങ്കിൽ പീരീഡ്സിന്റെ ടൈം, ഈ സമയങ്ങളിലൊന്നും യോഗ ചെയ്യാൻ പാടുള്ളതല്ല. ഇങ്ങനെ നിത്യവും ആനന്ദത്തോടും ആസ്വദിച്ച് യോഗയെ സമീപിക്കുകയാണെങ്കിൽ ഒത്തിരിയധികം അസുഖങ്ങളെ നമുക്ക് ചേർത്ത് നിൽക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വെൽനസ് നിലനിർത്താനും രോഗങ്ങളെ മാറ്റുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും നിത്യവും യോഗ അഭ്യസിക്കുക.